ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുമ്പം നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലൈഫ് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലർ അധികം ശ്രദ്ധിക്കും, ചിലർ കുറച്ച് ശ്രദ്ധിക്കും, ചിലർ ഒട്ടുമേ ശ്രദ്ധിക്കത്തില്ല എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലേ, അൾട്ടിമേറ്റ്ലി ലൈഫ് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രിയപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും ലൈഫ് അല്ലേ, ഇൻഡിവിജ്വലായിട്ടും പിന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഫാമിലി അങ്ങനെയുള്ള റിലേഷൻസ് എല്ലാം നമ്മളെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരുടെയും അവരുടെ എല്ലാം തന്നെ സ്വന്തം ജീവിതങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം തീർച്ചയായിട്ടും. കാരണം പൊതുവെ നമുക്ക് ഫിലോസഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് സിൻ എന്ന് പറയുന്നത്, സിൻ എന്ന് പറയുന്ന ഒരു ടേമിന് എന്തെങ്കിലും റിലവൻസ് അല്ലെങ്കിൽ മീനിങ് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് സിൻ എന്നുകൊണ്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്, അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണോ ആ ഒരു അർത്ഥത്തിൻ്റെ തലത്തിൽ നിന്നുണ്ട് നമ്മളൊരു ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ മാനിക്കാതിരിക്കുക, പരിപാലിക്കാതിരിക്കുക, വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധിക്കാതിരിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇല്ലേ, ദുരിതങ്ങൾ, പിന്നെ കോൺസിക്വൻസസ്, ഭവിഷ്യത്തുകളൊക്കെ തന്നെ നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ഒരു പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തെ വേണ്ട പോലെ നമ്മൾ കെയർ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിതം പ്രധാനപ്പെട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പലരും അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ലൈഫ് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. നമ്മളതിനെ എത്രയും റെസ്പെക്റ്റ് ചെയ്യാമോ അത്രയും റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഫലങ്ങളും റിസൾട്ട്സും ഒക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. മറിച്ചാണെങ്കിൽ കിട്ടുന്ന റിസൾട്ടിനേക്കാളും വ്യത്യസ്തമായിരിക്കും. ഈ പറഞ്ഞൊരു ഡയറക്ഷനിലാണ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ. ഓക്കെ, ഇനിയും ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും ശരി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതങ്ങളില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലംസാണ്, ഇഷ്യൂസാണ് ഇല്ലേ. പ്രോബ്ലംസോ ഇഷ്യൂസോ ഇല്ലാത്ത ഒരു ജീവിതവും നമുക്ക് ഒരിടത്തും കാണുവാൻ സാധിക്കത്തില്ല. നമ്മളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജീവിതങ്ങളും പ്രോബ്ലംസ് കൊണ്ട് നിറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഇഷ്യൂസ് കൊണ്ട് നിറഞ്ഞതായിരിക്കും. അത് ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ഒരു മനുഷ്യ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ പലതരത്തിലുള്ള, ചിലപ്പോൾ നമ്മൾ ചിലത് നോട്ടീസ് ചെയ്യപ്പെടാത്തതുണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, നമുക്ക് അതിനെ നമ്മുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്നു, നമ്മളതിനെ നോട്ടീസ് ചെയ്യും, ശ്രദ്ധിക്കും. ചില മൈനർ ഇഷ്യൂസ് ഉണ്ടാകാം, മൈനർ പ്രോബ്ലംസ് ഉണ്ടാകാം, അതൊന്നും നമ്മൾ സാധാരണ നോട്ടീസ് ചെയ്യാറില്ല, അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല. എന്നാൽ തന്നെ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ് ഫിൽഡ് വിത്ത് പ്രോബ്ലംസ് ഇല്ലേ, ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഒരു ദിവസത്തെ നമ്മളുടെ ലൈഫ് തുടങ്ങുന്ന ആ സമയം മുതൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന നിമിഷം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലത് ക്രിട്ടിക്കലായിരിക്കാം, ചിലത് വളരെ ക്രൂഷ്യലായിരിക്കാം, ചിലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ദാറ്റ്സ് ഗിവൺ. പ്രശ്നങ്ങളുണ്ട് മനുഷ്യന് ഇല്ലേ, ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാകാം, കാരണം നമ്മുടെ വ്യത്യസ്തമായുള്ള വോക്സ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകാം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഈ പറഞ്ഞ മേഖലകളിലെല്ലാം എക്സ്പോസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ്. ഈ ടൂൾസ് എന്ന് പറയുമ്പോൾ, ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ്
ഈ ഫിസിക്കലായിട്ടുള്ള ടൂൾസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചുറ്റിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ കത്തി, വെട്ടുകത്തി, കോടാലി ഇതുപോലുള്ള ടൂൾസല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കലായിട്ടുള്ള, മാനസികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള 3 പ്രധാനപ്പെട്ട ടൂൾസുകൾ, ഇൻസ്ട്രുമെൻസുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുവാനോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ, ഉണ്ടായ പ്രോബ്ലംസിനെ നമുക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ, ഈ 3 ടൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് പറഞ്ഞാൽ നമ്മളുടെ ക്ഷമ. പേഷ്യൻസും ഇംപേഷ്യൻസും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പം നമ്മളെ പല ഈ മോറലായിട്ടുള്ള ലെസൺസ്, ടീച്ചിങ്സിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അത് വ്യത്യസ്തമായിട്ടുള്ള റിലീജിയസ് ലൈൻസിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകളായാലും ശരി, നമ്മൾ സ്പിരിച്വൽ ടെക്സ്റ്റുകളൊക്കെ തന്നെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫിലോസഫീസൊക്കെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതിലേറ്റവും അണ്ടർലൈൻ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. ക്ഷമ എന്ന് പറയുന്നൊരു ക്വാളിറ്റിയെക്കുറിച്ചാണ്. അപ്പം ക്ഷമയില്ലായ്മയും പേഷ്യൻസും ഇംപേഷ്യൻസും തമ്മിലുള്ള വ്യത്യാസം അതുണ്ടാക്കുന്ന റിസൾട്ടുകളുള്ള വ്യത്യാസമാണ്. അപ്പം നമുക്ക് ക്ഷമയോടുകൂടി ജീവിക്കുന്നൊരു വ്യക്തിയും ക്ഷമയില്ലാതെ ഏത് കാര്യത്തിലും എപ്പോഴും ക്ഷമയില്ലാതെ ഇംപേഷ്യൻ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന റിസൾട്ടുകൾ തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകും. ക്ഷമയും അക്ഷമയും തമ്മിൽ പേഷ്യൻസും ഇംപേഷ്യൻസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ക്ഷമ തരുന്ന റിസൾട്ടുകളും ക്ഷമയില്ലാത്ത ഇംപേഷ്യൻസ് നമുക്ക് തരുന്ന റിസൾട്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുക. പേഷ്യൻ്റായിട്ട് നമ്മൾ, പേഷ്യൻ്റ് എന്ന് പറയുമ്പം രോഗി എന്നുള്ള അർത്ഥമല്ല, ക്ഷമയോടുകൂടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അതിനെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ടൂൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ശരി, അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊരു ലോജിക്കലായിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ളൊരു സമീപനം നമുക്കുണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഉദാഹരണങ്ങൾ നമുക്ക് ഒത്തിരി പറയാനുണ്ടാകാം. അത് നമുക്ക് തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ള നമ്മളുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്. കാരണം നമ്മൾ ജീവിക്കുന്നൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന വസ്തുതയാണ്. പേഷ്യൻസും ഇംപേഷ്യൻസും, ക്ഷമയും അക്ഷമയും, അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള സമീപനവും യുക്തിയില്ലാത്ത സമീപനം. അപ്പോൾ ഇതും ഉണ്ടാക്കുന്ന റിസൾട്ടുകൾ വ്യത്യസ്തമായിരിക്കും. യുക്തിയും അയുക്തിയും തമ്മിൽ വ്യത്യാസവും നമുക്കറിയില്ല. പക്ഷേ യുക്തി നമുക്ക് തരുന്ന റിസൾട്ടും യുക്തിയില്ലായ്മ നമുക്ക് തരുന്ന റിസൾട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമാണ്. അത് നമുക്കൊന്ന് ഫേവറബിൾ ആണെങ്കിൽ മറ്റത് നമുക്ക് നോട്ട് സോ ഫേവറബിൾ, ഒന്ന് പ്രതികൂലമായിട്ടും ഒന്ന് അനുകൂലമായിട്ടും ഒന്ന് പ്രതികൂലമായിട്ടും എപ്പോഴും നമുക്ക് അപ്പിയർ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെൻസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധി എന്ന് പറയാൻ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കറിയാവുന്നതാണ്, നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മളതിനെ പ്രായോഗികമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്രായോഗികമായിട്ട് നമ്മൾ പ്രശ്നത്തെ നേരിട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കി തന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ എപ്പോഴും കോംപ്ലിക്കേറ്റ് ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ ലോജിക്കിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഇലോജിക്കായിട്ട് പ്രശ്നങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കി തന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് സോൾവിങ് ദറ്റ് പ്രോബ്ലം, ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നതിന് പകരം അത് നമ്മൾ തന്നെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇനി നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും നമ്മൾ ഈ സെയിം സമീപനമാണെങ്കിൽ, പേഷ്യൻസ് ഇല്ലായ്മ, ലോജിക്കൽ അല്ലാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത നമ്മളുടെ നിലപാടുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടി വരികയാണെങ്കിൽ, ഇടപെടുക അതിനെ, കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. കാരണം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രമല്ലല്ലോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമുക്ക് സറൗണ്ടിങ്സിലുള്ള നെയ്ബർഹുഡിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറിയും കുറഞ്ഞൊക്കെ തോതിൽ പലരും പല സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അപ്പോൾ ഇടപെടുമ്പോഴൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി, ഇൻ ഓർഡർ ടു സോൾവ്, ഇല്ലേ, അതിനെ പരിഹാരം കാണുക എന്നുള്ളൊരു സമീപനത്തോടു കൂടി അതിനെ അതിലിടപെടുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന, ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരും അവരുടെ സമീപനം ഇഫ് നോട്ട് സോ പേഷ്യൻ്റ് ഇനഫ്, അല്ലെങ്കിൽ ലോജിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ, തീർച്ചയായിട്ടും അത് പ്രശ്നത്തെ കൂടുതൽ വൾഗറൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഏറെക്കുറെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക, നമുക്ക് ഇടപെടേണ്ടി വരുന്നത്.
ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളാണ്, അത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൈക്കൊള്ളുന്ന 3 പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, വി മസ്റ്റ് ഹാവ് പേഷ്യൻസ് ടു ഡീൽ വിത്ത് പ്രോബ്ലംസ്. അത് ബിഗ് പ്രോബ്ലംസ് ആയാലും സ്മോൾ പ്രോബ്ലംസ് ആയാലും, എമർജൻസി ആയാലും ശരി, നമുക്ക് പേഷ്യൻസ് ഉണ്ടാകണം. ക്രൈസിസ് ആയാലും നമുക്ക് പേഷ്യൻസ് ഉണ്ടാകണം. നമ്മൾ ലോജിക്കലാകണം. പിന്നെ നമുക്ക് സെൻസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ഉണ്ടാകണം, പ്രായോഗിക ബുദ്ധി നമുക്കുണ്ടാകണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി നമുക്ക്, അപ്പോൾ ഇതിൻ്റെ സം ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തെ കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി, ക്ലാരിറ്റി ഓഫ് തോട്ടോടു കൂടി നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. ചില എമർജൻസിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താണ് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ വ്യക്തികൾക്ക് അവരുടെ ഇമോഷണലായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് എക്സസ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും എല്ലാ അവസരങ്ങളിലും ഒരുപോലെ ഇത് പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വൺ സൈസ് ഡസ് നോട്ട് ഫിറ്റ് ഓൾ, ഇല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഉള്ളൊരു സൈസല്ല ഇത്. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ യുണീക്കാണ്. ഇപ്പം നമുക്കിതിനെയൊക്കെ ജനറലൈസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കിതിനെ ജനറലൈസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. ഏത് പ്രശ്നമായാലും ശരി, ഏത് കാര്യമായാലും ശരി. അല്ലെ ഇന്നത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഈ ഹ്യൂമാനിറ്റിയുടെ, മനുഷ്യരുടെ, ഇപ്പം ഞാൻ ഐ ആം അഡ്രസ്സിങ് ദ പീപ്പിൾ ഇല്ല ത്രൂ ദിസ് വീഡിയോ, ബിക്കോസ് യു പീപ്പിൾ ആർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ആണ് സൊല്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം, ഇന്ന രീതിയിൽ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കൂട്ടം വ്യക്തികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ വി കൻ ഓൺലി ജനറലൈസ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കിതിനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ജനറലൈസേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഈ 3 ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക്, അത് ഓരോ വ്യക്തിയും ഓരോ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം പല വ്യക്തികളും പല രീതിയിലും പല സാഹചര്യത്തിൽ അവർ പേഷ്യൻ്റ് ആയിരിക്കാം, മറ്റൊരു സാഹചര്യത്തിൽ അവർ ഇംപേഷ്യൻ്റ് ആയിരിക്കാം. ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ കൂടുതൽ ലോജിക്കലായിരിക്കാം, മറ്റു ചില സാഹചര്യങ്ങൾ അവർ ചിലപ്പോൾ ഇല്ലോജിക്കായിരിക്കാം. ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങൾ അവർ പ്രാക്ടിക്കലായിരിക്കാം, ചില സാഹചര്യങ്ങളിൽ അവർ ജോലി ചെയ്യുന്നിടത്ത് ഭയങ്കര പ്രാക്ടിക്കലായിരിക്കും, വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഇംപ്രാക്ടിക്കലായിരിക്കും, അവരുടെ റിലേഷൻസിലൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്കിതിനെയൊക്കെ, ഈ പ്രിൻസിപ്പിൾസിനെയൊക്കെ തന്നെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, സ്പെസിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം പ്രോബ്ലംസ് യുണീക്കാണ് ഓരോ വ്യക്തിക്കും. ആ യുണീക്ക് ആയതുകൊണ്ട് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള യുണീക്കായിട്ടുള്ള, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പറഞ്ഞ സൈക്കോളജിക്കൽ അപ്രോച്ച്, സൈക്കോളജിക്കൽ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പൊതുവേ നമുക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെയുള്ള ഈ 3 പവർഫുള്ളായിട്ടുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പറയാം, സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ഈ സമീപനമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന റിസൾട്ടുകൾ ചിലപ്പോൾ നമുക്കൊരു വി മേ ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം, അല്ലേ? നമുക്ക് ചില കാലതാമസം ഉണ്ടായിരിക്കാം അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി, ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ചില അവസ്ഥകളിലേക്ക്. എന്നിരുന്നാലും നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ, നമ്മൾ ലോജിക്കലാണെങ്കിൽ, നമ്മൾ പ്രാക്ടിക്കലാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാക്കി തരുന്ന റിസൾട്ടുകൾ എപ്പോഴും നമുക്ക് എന്താണ് പറയുന്നത്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൂടുതൽ വൾഗറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ 3 പവർഫുൾ ടൂൾസ് എല്ലാവർക്കും അവരുടെ പിന്നെ ജീവിതത്തിന് അനുസൃതമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന റിസൾട്ട്സ് വണ്ടർഫുൾ ആയിരിക്കും, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് വീഡിയോയ്ക്കകത്തിൽ ഈ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.